ഹലോ നമസ്കാരം, ഞാൻ അൽബനി. ഞാനിന്ന് നിങ്ങൾക്ക് ഫിസിയോതെറാപ്പി ആസ്പെക്റ്റിൽ പറയാൻ പോകുന്നത് സാധാരണ ആളുകളെല്ലാം കൂടെ ഫേസ് ചെയ്യുന്ന, അല്ലെങ്കിൽ എസ്പെഷ്യലി നമ്മുടെ വീട്ടമ്മമാരെ ഫേസ് ചെയ്യുന്ന ഒരു ചെറിയ പ്രോബ്ലമാണ്. അത് വലിയ പ്രോബ്ലമൊന്നുമല്ല. രാവിലെ എണീറ്റ് വരുമ്പോഴത്തേന് ഒരു ഹീൽ പെയിൻ, നമ്മുടെ ഉപ്പൂറ്റിയിൽ വേദന ഉണ്ടാകുക എന്നുള്ളത്. ഇത് പല കാരണങ്ങൾ കൊണ്ട് വരാം. അതായത് പ്ലാന്റാർ ഫേഷ്യേറ്റിസ്, കാൽക്കനിസ് പറയുന്ന കുറേ പതോളജി അതിൻ്റെ അകത്തുള്ള കാര്യങ്ങൾ കൊണ്ട് വരാം. അതൊന്നും നമ്മൾ നോക്കേണ്ട കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഒരു ഹീൽ പെയിൻ തുടങ്ങുമ്പോൾ തന്നെ നമുക്ക് അത് എങ്ങനെ സബ്സൈഡ് ആക്കാം, ഇത് അടുത്തൊരു കണ്ടീഷനിലേക്ക് അല്ലെങ്കിൽ അടുത്തൊരു സ്റ്റേജിലേക്ക് പോകുന്നതിന് മുമ്പ് തന്നെ ഇതെങ്ങനെ വീട്ടിൽ ചെറിയ ചെറിയ വ്യായാമ മുറകൾ കൊണ്ട് ഇതെങ്ങനെ സബ്സൈഡ് ആക്കാം എന്നുള്ള ടിപ്പാണ് ഞാൻ പറയുന്നത്. കാര്യം ഇത് വേറെ കാൽക്കനിസ് സ്പാർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബോണിൻ്റെ ഒരു ചെറിയ ഗ്രോത്ത് ആണ്. അതൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് സർജറി ഇതിലേക്ക് പിന്നെ പോകേണ്ടി വരും. ഇപ്പോൾ ഉള്ള ഹീൽ പെയിൻ, ആ പെയിൻ മാത്രം നിങ്ങൾ ഓർത്താൽ മതി. ആ പെയിന് നമ്മളെങ്ങനെ സബ്സൈഡ് ആക്കാം എന്നുള്ളതാണ് പറയുന്നത്. ഇപ്പോൾ രാവിലെ എണീറ്റ് വരുമ്പോഴത്തേന് നിലത്ത് കാല് കുത്തുമ്പോഴത്തേന് പെയിൻ ഉണ്ടാവും. സാധാരണ ഒരു 10-20 സ്റ്റെപ്പ് നമ്മൾ വെച്ച് കഴിയുമ്പോൾ ഈ പെയിൻ സാധാരണ സബ്സൈഡായി പോകാറാണ് പതിവ്. ആദ്യം തുടക്ക കാലഘട്ടങ്ങളിലാണ്. അപ്പോൾ ഇങ്ങനെ നമുക്ക് തുടർച്ചയായിട്ട് ഫീൽ ചെയ്യുകയാണെങ്കിൽ നമ്മൾ ചെയ്യേണ്ട കാര്യം, നമുക്കറിയാം, നമ്മൾ എഴുന്നേൽക്കുമ്പോഴത്തേന് എന്താണ് ഹീൽ പെയിൻ ഉണ്ടാവും എന്ന് നമുക്കറിയാവുന്നതുകൊണ്ട് നമ്മൾ ബെഡിൽ തന്നെ നമ്മൾ നേരെ ഇരുന്ന ശേഷം നമ്മുടെ കാല് ഒന്ന് സ്ട്രെച്ച് ചെയ്ത് കൊടുക്കുക. സ്ട്രെച്ച് ചെയ്യുന്നത് എങ്ങനെയാണെന്ന് നിങ്ങൾക്ക് ഞാൻ പറഞ്ഞുതരാം. ജസ്റ്റ് ഡെമോ ഞാൻ കയ്യിൽ കാണിച്ചത്. നമ്മളിങ്ങനെ സാധാരണ ബെഡിൽ തന്നെ ഇരുന്ന ശേഷം, ഇത് കാലാണ്, സപ്പോസ് കാലാണെന്ന് വിചാരിക്കുക. എന്നിട്ട് നമ്മുടെ ഒരു ബെഡ്ഷീറ്റോ അല്ലെങ്കിൽ നമ്മുടെ ഒരു വലിയ നീളമുള്ള ടവലോ നമ്മുടെ കാലിൻ്റെ ഈ ഭാഗത്തേക്ക് ഇട്ട ശേഷം പുറയിലേക്ക് കാല് വലിക്കുക. പുറയിലേക്ക് കാല് വലിക്കുമ്പോൾ നമ്മുടെ ഹീൽ ഈ ഭാഗത്ത് നമുക്കൊരു സ്ട്രെച്ച് കിട്ടുന്നതായിരിക്കും. എന്ന് പറഞ്ഞാൽ സ്ട്രെച്ച് എന്ന് പറഞ്ഞാൽ ഒന്നുമില്ല, നിസ്സാരം ഒരു വലിവ് കിട്ടുന്നതായിരിക്കും. അപ്പോൾ അങ്ങനെ നമ്മളിതൊരു 10 സെക്കൻഡ് എന്ന് പറയുമ്പോൾ നമ്മുടെ മനസ്സിൽ തന്നെ 1, 2 അങ്ങനെ ഒരു 10 സെക്കൻഡ് നമ്മളിങ്ങനെ പിടിച്ച് നിർത്തുകയാണെങ്കിൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു സ്ട്രെച്ച് അവിടെ ഫീൽ ചെയ്യും. ഇങ്ങനെ ഒരു 3 ടൈംസ് നമ്മളൊന്ന് സ്ട്രെച്ച് കൊടുത്ത ശേഷം മാത്രം നമ്മൾ ബെഡിൽ നിന്ന് താഴേക്ക് ഇറങ്ങുക. പിന്നെ ഇതൊരു സിമ്പിൾ ടെക്നിക്കാണ്. ഇതല്ലാതെ വീണ്ടും ഹീൽ പെയിൻ വീണ്ടും ഉണ്ടെങ്കിൽ നമ്മൾ വീട്ടിൽ തന്നെ ചെയ്യാവുന്നൊരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇളം ചൂടുവെള്ളത്തിൽ നമ്മൾ ഉപ്പിട്ട് ഒരു പാത്രത്തിൽ വെക്കുക. ഉപ്പെന്ന് പറഞ്ഞാൽ ആൻറ്റി ഇൻഫ്ലമേറ്ററി ആയതുകൊണ്ടാണ് നമ്മൾ സാധാരണ ഉപ്പ് ഉപയോഗിക്കാൻ പോകുന്നത്. ഇല്ലെങ്കിലും കുഴപ്പമില്ല. വേറൊരു പാത്രത്തിൽ തണുത്ത വെള്ളവും സാധാരണ വെക്കുക. എന്നിട്ട് നമ്മൾ കാല് ആദ്യം ഈ ചൂടുവെള്ളത്തിൽ 2 കാലും ഡിപ്പ് ചെയ്ത് വെക്കുക. എത്ര നേരം നിങ്ങൾ ഡിപ്പ് ചെയ്ത്, ഒരുപാട് നേരമൊന്നും ഡിപ്പ് ചെയ്യാനില്ല, ഞാനൊരു 5 മിനിറ്റ് താഴെ ഡിപ്പ് ചെയ്യാനേ പറയുന്നുള്ളൂ. അത്രയും സമയം തന്നെ അടുത്ത പാത്രത്തിൽ വെച്ചിരിക്കുന്ന തണുത്ത വെള്ളത്തിലേക്ക് നമ്മുടെ കാല് ഡിപ്പ് ചെയ്ത് വെക്കുക. ഇങ്ങനെ മാറി മാറി ഒരു 10 മിനിറ്റ് നമുക്ക് സ്പെൻഡ് ചെയ്യാൻ പറ്റുമല്ലോ. എന്താണ് രാവിലെ ഒരു 10 മിനിറ്റത്തേക്കിന് നമ്മളിങ്ങനെ ഒന്ന് ചെയ്യുകയാണെങ്കിൽ ഹീൽ പെയിൻ ഒരു സബ്സൈഡ് ആവും. ഇതൊരു നിസ്സാര കാര്യമാണ്, പക്ഷെ നമുക്ക് വീട്ടിലെല്ലാം ചെയ്യാവുന്ന കാര്യമാണ്. ഞാൻ പറഞ്ഞില്ലേ, തുടക്കത്തിലെ തന്നെ നമ്മൾക്കൊരു അസുഖം നമ്മൾക്ക് ചെറിയ ചെറിയ കാര്യങ്ങൾ കൊണ്ട് വീട്ടിൽ പരിഹരിക്കാൻ സാധിക്കുമെങ്കിൽ പിന്നെ നമുക്കത് മുമ്പോട്ട് പോകേണ്ട കാര്യമില്ല. അതുകൊണ്ട് ഞാൻ പറയുന്നത് ചെറിയ കാര്യങ്ങൾ നമ്മൾ ചെയ്ത് നമുക്കിത് ശരിയാക്കാൻ സാധിക്കും. അപ്പോൾ ഇനിയും നിങ്ങൾക്ക് പല അസുഖങ്ങളുടെയും ടിപ്സുമായിട്ട് ഞാൻ ഇനിയും വരുന്നതാണ്. ഓക്കെ, നമസ്കാരം. നമ്മുടെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്ത ആളുകളുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. അൽബനി ഫിസിയോ. താങ്ക് യു.